ഭൂമിയിൽ നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നായ ആമസോൺ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ നിഗൂഢതകൾ നിറയ്ക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോയാലോ? സോ വെൽക്കം ബാക്ക് എവ്രി വൺ ടു സിംപ്ലി ക്യൂരിയസ് ആൻഡ് ഫോളോ മീ വിത്ത് യുവർ ക്യൂരിയോസിറ്റി. അതിശക്തമായി ഒഴുകുന്ന ഒരു നദി ഇമാജിൻ ചെയ്യുക. മഴക്കാലത്ത് മറുകര കാണാൻ കഴിയാത്തത്ര രീതിയിൽ വിശാലമായും അതിശക്തമായും ഒഴുകുന്ന നദി. ലോകത്ത് നമുക്ക് മറ്റെവിടെയും കാണാൻ കഴിയാത്ത ജീവികളെ ഹൈഡ് ചെയ്യുന്ന ഒരു നദി. ഭൂമിയിലെ നിബിഡ വനമായ ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ പോഷിപ്പിക്കുന്ന നദി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത് ഏത് നദിയെക്കുറിച്ചാണെന്ന്? യെസ്, ഇറ്റ് ഈസ് ആമസോൺ റിവർ, ദ ലാർജസ്റ്റ് റിവർ ഇൻ ദ വേൾഡ്. പക്ഷേ വേൾഡിലെ ലോങ്ങസ്റ്റ് റിവർ ആമസോൺ റിവർ അല്ല കേട്ടോ. ലോങ്ങസ്റ്റ് റിവർ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് നൈൽ റിവറിനെയാണ്. ഈ ആമസോൺ റിവർ ഉൾക്കൊള്ളുന്ന വാട്ടറിൻ്റെ വോളിയം അനുസരിച്ചിട്ടാണ് ലാർജസ്റ്റ് റിവർ ഇൻ ദ വേൾഡ് എന്ന ടൈറ്റിൽ കിട്ടിയത്. അടുത്ത 7 വലിയ നദികൾ ചേർന്നാൽ എത്രയും വെള്ളം ഉണ്ടാകുമോ അതിലും കൂടുതൽ വെള്ളം ഈ ആമസോൺ റിവർ ക്യാരി ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നില്ലേ എന്താണ് ഈ ഡിഫറൻസ് എന്ന്? സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആമസോൺ റിവറിനെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലോ? പെറുവിലെ ആൻഡീസ് മൗണ്ടെയ്ൻസിൽ നിന്നാണ് ആമസോൺ റിവർ ഉത്ഭവിക്കുന്നത്. ആൻഡീസിലെ നെവാഡോ മിസ്മയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന അപ്പുറിമാക് റിവറാണ് ഈ ആമസോൺ റിവറിൻ്റെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് വളരെ ചെറിയ നീരുറവയായിട്ട് ഉത്ഭവിച്ച് പതിയെ അത് വളരുന്നു. എന്നിട്ട് പല നദികളുമായി മെർജ് ചെയ്ത് ശക്തി ആർജിച്ച് ആമസോൺ റിവറായിട്ട് മാറുന്നു. അറൗണ്ട് 6400 to 7000 കിലോമീറ്റേഴ്സ് ഒഴുകി അത് ഫൈനലി അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് എത്തിച്ചേരുന്നു. പല പഠനങ്ങളും നോക്കിയാൽ വേൾഡിലെ ലോങ്ങസ്റ്റ് റിവർ എന്ന് കൺസിഡർ ചെയ്യുന്ന നൈൽ നദിയേക്കാളും നീളം ആമസോൺ നദിക്കുണ്ടെന്ന് കാണാൻ കഴിയും. പക്ഷേ അത് ഇപ്പോഴും ഒരു ഡിബേറ്റായി ജിയോഗ്രാഫേഴ്സിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന കാര്യമാണ്. സ്റ്റിൽ വേൾഡിലെ ലോങ്ങസ്റ്റ് റിവർ എന്ന് പറയുന്നത് നൈൽ നദിയാണ്. പക്ഷേ വോളിയം ഓഫ് വാട്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ലാർജസ്റ്റ് റിവർ ആമസോൺ നദി തന്നെയാണ്. പെറുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ആമസോൺ റിവർ കൊളംബിയ, ബ്രസീൽ വഴി ഒഴുകിയാണ് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ ആമസോൺ റിവറിൻ്റെ നദീതടം റിവർ ബേസിൻ പല രാജ്യങ്ങളിലായി ഏതാണ്ട് 7 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ്, ഏകദേശം ഓസ്ട്രേലിയയുടെ സൈസിലായി സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ബൊളീവിയ, ഇക്വഡോർ, വെനിസുല, ഗുയാന, സുറീനീം, ഫ്രഞ്ച് ഗുയാന ഇങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിലായി വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ആമസോൺ റിവറിൻ്റെ നദീതടമാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ബേസിൻ, ഏറ്റവും വലിയ നദീതടമായി അറിയപ്പെടുന്നത്. എന്നാൽ ഈ ആമസോൺ റിവർ എന്തുകൊണ്ടാണ് ലാർജസ്റ്റ് റിവർ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത്? ഒരു സെക്കൻഡിൽ ആമസോൺ റിവർ 2,09,000 ക്യൂബിക് മീറ്റേഴ്സ് 2,09,000 ക്യൂബിക് മീറ്റേഴ്സ് വാട്ടറാണ് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് എത്തിക്കുന്നത്. അതായത് ഭൂമിയിലെ എല്ലാ ഓഷ്യൻസിലും എത്തുന്ന ഫ്രഷ് വാട്ടറിൻ്റെ 20% ഈ ആമസോൺ നദിയിൽ നിന്ന് മാത്രം വരുന്നതാണ്. മഴക്കാലത്ത് വളരെയധികം കരകവിഞ്ഞൊഴുകുന്ന ഈ നദി ചില സ്ഥലങ്ങളിൽ 40 കിലോമീറ്ററിലധികം വിശാലതയിൽ ഒഴുകും. അതുപോലെ വനം മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും അവിടെ താമസിക്കുന്ന ഇൻഡിജീനിയസ് ഗ്രൂപ്പ്സ് അതിനനുസരിച്ച് അവരുടെ ജീവിതം അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ആമസോൺ റെയിൻ ഫോറസ്റ്റിലൂടെ വെറുതെ ഒഴുകി പോകുന്ന ഒരു നദി അല്ല ആമസോൺ റിവർ. പകരം ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു നദിയായി മാറുകയാണ് ആമസോൺ റിവർ. ഇനി നമുക്ക് ആമസോൺ നദിയുടെ വൈൽഡ് ലൈഫിലേക്ക് നോക്കാം. ലോകത്തിലെ അത്യപൂർവമായ ചില ജീവികളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം. ഭൂമിയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സ്നേക്ക് ആയ അനാക്കൊണ്ട 9 മീറ്ററിലധികം നീളത്തിൽ വളരാൻ കഴിയുന്ന ഇവ ഈ ആമസോൺ നദിയുടെ തീരങ്ങളിലും നദിയിലുമായി ജീവിച്ചു വരുന്നു. ആമസോൺ നദിയിൽ ജീവിക്കുന്ന
ഏറ്റവും കൗതുകകരമായ സ്പീഷീസുകളിൽ ഒന്നാണ് ആമസോൺ റിവർ ഡോൾഫിൻ അഥവാ പിങ്ക് റിവർ ഡോൾഫിൻ. ഓഷ്യൻ ഡോൾഫിനുകളെ അപേക്ഷിച്ച് ഈ സ്പീഷീസ് ഫ്രഷ് വാട്ടറിലാണ് ജീവിക്കുന്നത്. ഇവയ്ക്ക് വളരെ ഫ്ലെക്സിബിളായ ഒരു കഴുത്തുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഈ ഫോറസ്റ്റൊക്കെ ഫ്ലഡ് ആകുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ ഈസിലി സ്വിം ചെയ്യാൻ കഴിയും. അടുത്തതായി പറയേണ്ടുന്ന ഒരു സ്പീഷീസാണ് പിരാനാസ്. മൂവീസിലൊക്കെ പലപ്പോഴും ഇവയെ വളരെ എക്സാജറേറ്റഡായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവ റിയലായിട്ട് ആമസോൺ റിവറിൽ ജീവിക്കുന്ന ഒരു സ്പീഷീസാണ്. പക്ഷേ ഇവ വെറും അഗ്രസീവായിട്ടുള്ള ഫിഷ് മാത്രമല്ല, ഈ റിവറിൻ്റെ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഈ പിരാനാസിന് ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ഇതുപോലെ മറ്റൊരു പവർഫുൾ പ്രെഡേറ്ററാണ് ബ്ലാക്ക് കൈമൻ. ഈ വലിയ റെപ്റ്റൈൽ ആമസോൺ നദിയിലെ ടോപ്പ് പ്രെഡേറ്റേഴ്സിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ആമസോൺ നദിയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ഫിഷുകളിൽ ഒന്നാണ് അരാപ്പൈമ. 2 മീറ്ററിലധികം ലെങ്ത്തിൽ വളരാൻ കഴിയുന്ന ഈ മാസീവ് ഫിഷ് വെള്ളത്തിൻ്റെ സർഫസിലേക്ക് വരികയും നേരിട്ട് എയർ ബ്രീത്ത് ചെയ്യുകയും ചെയ്യുന്നു. ആമസോൺ റിവർ എക്കോസിസ്റ്റമിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. ലോകത്തിലെ മറ്റ് റിവർ സിസ്റ്റംസിനെ അപേക്ഷിച്ച് 3000-ലധികം നോൺ ഫിഷ് സ്പീഷീസുകൾ ഇവിടെ കാണപ്പെടുന്നു. ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഇത് ശരിക്കും നമ്മുടെ ചിന്തയ്ക്കും അപ്പുറമാണ്. ആമസോൺ നദിയെ ഒരു സാധാരണ റിവർ പോലെ നമുക്ക് കാണാൻ കഴിയില്ല. സ്വന്തമായ റിഥമുള്ള ഒരു മഹത്തായ നദിയാണ് ആമസോൺ നദി. ഇതിന് പ്രധാനമായി 2 സീസൺസ് ഉണ്ട്, വെറ്റ് സീസണും ഡ്രൈ സീസണും. വെറ്റ് സീസൺ സമയത്ത് ഹെവി റെയിൻഫോൾ കാരണം മാസീവ് ഫ്ലഡിംഗ് ഉണ്ടാകുന്നു. കാട് മുഴുവൻ വെള്ളത്തിനടിയിലാകും. ഫോറസ്റ്റ് തന്നെ ഒരു അണ്ടർ വാട്ടർ ലാൻഡ്സ്കേപ്പായിട്ട് മാറും. ഈ പ്രത്യേക അവസ്ഥയെ ഫ്ലഡഡ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ വാസിയ എന്ന് വിളിക്കും. പക്ഷേ ഈ ഫ്ലഡ്സ് ജീവനെ നശിപ്പിക്കുന്നത് മാത്രമല്ല, മറിച്ച് ഇവ സോയിലിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നു, ന്യൂട്രിയൻസ് നദിയിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു, പിന്നെ ബയോഡൈവേഴ്സിറ്റിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ ആമസോൺ എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഈ സീസണൽ ഫ്ലഡിംഗ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ എക്സ്ട്രീം ഫ്ലഡിംഗ് ഉണ്ടാകുന്ന സമയമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിറ്റീസിന് ഡിസ്പ്ലേസ്മെൻറ്റ് വരാം, ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് ഉണ്ടാകാം, ഇവരുടെ കൃഷിയും മറ്റും ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഫ്ലഡ്സ് എല്ലായ്പ്പോഴും ഹാംലെസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതോടൊപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആമസോൺ റിവർ ബേസിനിലെ റെയിൻഫോൾ പാറ്റേൺസിനെ ബാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വരൾച്ചയും വളരെ വലിയ ഫ്ലഡ്സും ഒക്കെ ഉണ്ടാകുന്നു. എന്നാൽ ആമസോൺ നദി വെറും ഒരു റിവർ മാത്രമല്ല, ഇതൊരു ലൈഫ് ലൈനാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ഡെയിലി ലൈഫ് ഈ നദിയെ ആശ്രയിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ട്രാൻസ്പോർട്ടേഷൻ, ഫിഷിംഗ്, ഡ്രിങ്കിങ് വാട്ടർ, അഗ്രികൾച്ചർ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഡീപ്പ് ആമസോൺ റീജിയൻസിൽ വളരെ കുറച്ച് റോഡ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ബോട്ടാണ് പ്രധാന ട്രാൻസ്പോർട്ട് സിസ്റ്റം. നദിയാണ് അവിടെയുള്ള ഹൈവേസ്. പക്ഷേ ആമസോൺ നദിയുടെ പ്രാധാന്യം ആ റീജിയനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് ഗ്ലോബൽ ക്ലൈമറ്റ് റെഗുലേഷനിൽ വളരെ പങ്കുവഹിക്കുന്ന ഒന്നാണ്. കാർബൺ അബ്സോർപ്ഷൻ, റെയിൻഫോൾ സൈക്കിൾ, അറ്റ്മോസ്ഫറിക് ബാലൻസ് ഇങ്ങനെയെല്ലാം ഈ എക്കോസിസ്റ്റത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. സയൻറ്റിസ്റ്റ് പറയുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് സ്വന്തം റെയിൻ സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുവെന്നാണ്. അതിന് കാരണം ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്ന പ്രോസസ്സാണ്. മരങ്ങൾ വെള്ളം അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുകയും അത് വീണ്ടും മഴയായി തിരികെ വരികയും ചെയ്യുന്ന ഒരു നാച്ചുറൽ സൈക്കിൾ. ഇങ്ങനെ നോക്കുമ്പോൾ ആമസോൺ റിവറും ആമസോൺ റെയിൻ ഫോറസ്റ്റും ചേർന്ന് പ്രവർത്തിക്കുന്നത് ഒരു ജയൻറ്റ് ക്ലൈമറ്റ് മെഷീൻ പോലെയാണ്. ഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ലിവിങ് മെഷീൻ. ആമസോൺ നദി ഇല്ലെങ്കിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് സർവൈവ് ചെയ്യില്ല. അതുപോലെ ഈ റെയിൻ ഫോറസ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഗ്ലോബൽ ക്ലൈമറ്റ് ബാലൻസ് തന്നെ നഷ്ടപ്പെടും. ഭൂമിയുടെ കാലാവസ്ഥ തന്നെ മാറ്റപ്പെടും. അതുകൊണ്ട് ഇത് സൗത്ത് അമേരിക്കയുടെ മാത്രം നദിയല്ല.
ഇത് നമ്മുടെ പ്ലാനറ്റിൻ്റെ എർത്തിൻ്റെ റിവറാണ്. നദിയും വനവും ചേർന്ന് ഭൂമിയുടെ റെസ്പിറേഷൻ സൈക്കിളായ കാർബൺ അബ്സോർപ്ഷൻ, റെയിൻഫോൾ സൈക്കിൾസ്, അറ്റ്മോസ്ഫിയർ റെഗുലേഷൻ എന്നിവയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് ആമസോണിനെ ലങ്സ് ഓഫ് ദ എർത്ത് എന്ന് വിളിക്കുന്നത്. കാരണം ഈ നദിയും റെയിൻ ഫോറസ്റ്റും ചേർന്ന് ഭൂമിയിലെ ഓരോ ലിവിങ് ക്രീച്ചേഴ്സിനും ജീവിക്കാൻ വേണ്ടുന്ന ഓക്സിജൻ നൽകുന്ന ഒരു പവർഫുൾ എക്കോസിസ്റ്റമായിട്ട് മാറുന്നു. സോ ഇന്ന് നമ്മൾ വേൾഡിലെ ലാർജസ്റ്റ് റിവറായ ആമസോൺ റിവറിനെ എക്സ്പ്ലോർ ചെയ്തു. അതിൻ്റെ വാട്ടർ വോളിയം, ബയോഡൈവേഴ്സിറ്റി, പവർ എല്ലാം കണ്ടു. പക്ഷേ ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നൈൽ റിവർ. നൈൽ എങ്ങനെ ആ ടൈറ്റിൽ നേടി? അതും ആമസോൺ റിവറും ആയിട്ടുള്ള ഡിബേറ്റ് ഇപ്പോഴും എങ്ങനെ നിലനിൽക്കുന്നു? ഇങ്ങനെ തുടങ്ങുന്ന നൈൽ റിവറിൻ്റെ സീക്രട്സ് അൺകവർ ചെയ്യാൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് മുൻപിൽ വരുന്നതായിരിക്കും. സോ റിമെമ്പർ അഗെയിൻ, ആമസോൺ റിവർ വെറും ഫോറസ്റ്റ് വഴി വെറുതെ ഒഴുകി പോകുന്ന ഒരു റിവർ മാത്രമല്ല. ഇറ്റ് പവേഴ്സ് എ കോണ്ടിനെൻറ്റ്. ഇറ്റ് പവേഴ്സ് അവർ പ്ലാനറ്റ്, ദ എർത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching. Bye bye.